ഹലോ, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ 5 മണി. ഇത്ര നേരത്തെ ഞാൻ എഴുന്നേക്കാറില്ല കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ. ഞാൻ ആദ്യം ചെന്ന് ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് കയറ്റി തീ പൂട്ടുകയാണ് കേട്ടോ ചെയ്തത്. ആ ചൂടും കൊണ്ട് കുറച്ചു നേരം അവിടെ നിൽക്കാമല്ലോ. അപ്പം ഇന്നലെ വൈകിട്ട് തന്നെ എന്തൊക്കെ കറികൾ വെക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ, ഇന്ന് എന്താ എത്ര സ്പെഷ്യൽ ഡേ എന്ന്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ DYFI പ്രവർത്തകരെ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് എത്ര പൊതിച്ചോറ് വേണമെങ്കിലും കൊടുക്കാട്ടോ. നിങ്ങൾ വീട് വെച്ച് താമസമായ പിന്നെ ഞങ്ങളുടെ വകയായിട്ട് 2 പൊതിച്ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. ചെന്ന് വലഞ്ഞിരിക്കുന്നവർക്ക് ഇതുപോലത്തെ ഒരു പൊതിച്ചോറ് കിട്ടുമ്പോഴേ അവരുടെ വയറും മനസ്സും നിറയെ. അതുകൊണ്ട് തന്നെ ഓരോ കറികൾ ഉണ്ടാക്കുമ്പോഴേ ഞാൻ ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ കറികളെല്ലാം ഉണ്ടാക്കിയത്. പാർട്ടി ഏതുമായിക്കോട്ടെ, ഇതുപോലത്തെ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണ്ടേ. പിന്നെ പ്ലാസ്റ്റിക് നിരോധിച്ച കാരണം നല്ല വാഴല വാട്ടി തന്നെയാണ് കേട്ടോ പൊതിച്ചോറ് തയ്യാറാക്കിയത്. ചോറും സാമ്പാറും നല്ല കായും പയറും ഉപ്പേരിയും പിന്നെ തേങ്ങാ ചമ്മന്തി, ഒരു കൊണ്ടാട്ട മുളകും, ഓംപ്ലേറ്റും, അച്ചാറും. ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ പൊതിച്ചോറിലെ വിഭവങ്ങൾ. എല്ലാ വിഭവങ്ങളും വാഴലയിൽ വിളമ്പെങ്കിലും പൊതിച്ചോറ് പൊതിയാളെ എക്സ്പീരിയൻസ് എനിക്ക് അത്ര ഇങ്ങോട്ട് പോരാട്ടോ. എന്നാലും അറിയാവുന്ന വിധത്തിൽ ഞാൻ അങ്ങോട്ട് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് നല്ല പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എനിക്ക് ജോലിക്ക് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രം കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചേ.